നഴ്സിംഗ് അതേ പറ്റില്ല. tanggal. അതിനേറ്റവും അർഹനായ വ്യക്തിയാണ് എന്ന് നമുക്ക് ബോധ്യപ്പെടുത്തിൻ്റെ അടിസ്ഥാനത്തിലാണ്. പിന്നെ BSMO കോളേജ് നമുക്കറിയാം, ഒരു യത്തീംഖാനയുടെ കീഴിൽ തുടങ്ങിയിട്ടുള്ള ഒരു മഹത്തായ സ്ഥാപനമാണ്. പതിറ്റാണ്ടുകളുടെ പാരമ്പര്യമുണ്ട്. ആ യത്തീംഖാനയിൽ നിന്നും അത് ഉയർന്ന് കേരളത്തിലെ ഏറ്റവും മികച്ച ഒരു കോളേജായി മാറി. എയ്ഡഡ് കോളേജ് ഇപ്പോൾ ഓട്ടോണമസ് ആണല്ലേ, ഓട്ടോണമസായി മാറി. സയ്യിദ് മുഹമ്മദ് അലി ശിഹാബ് തങ്ങളുടെ പേരിലുള്ള ശിഹാബ് തങ്ങൾ റിലീഫ് സെല്ല് സമൂഹത്തിൽ നടക്കുന്ന നല്ല കാര്യങ്ങളെ പ്രോത്സാഹിപ്പിക്കാൻ, നല്ല പ്രവർത്തനം കാഴ്ചവെക്കുന്ന വ്യക്തികൾക്ക് അവരെ ആദരിക്കുക, പുരസ്കാരം കൊടുക്കുക എന്നുള്ള ഒരു പരിപാടിയുടെ ഭാഗമായിട്ടാണ് ഇത്തരത്തിലുള്ള ഒരു പരിപാടി നടക്കുന്നത്. നമ്മൾ MK ബാവക്കെ തിരഞ്ഞെടുക്കുമ്പോൾ നമ്മുടെ മുന്നിൽ ഒരുപാട് ഓപ്ഷനുകളുണ്ടായിരുന്നു. പക്ഷേ ആ പ്രസ്ഥാനങ്ങളിൽ നിന്നും, കമ്മിറ്റികളിൽ നിന്നും, അതിന് നെടുനായകത്വം നൽകുന്ന വ്യക്തികളിൽ നിന്നും നമുക്കറിയാം, കേരളത്തിൻ്റെ മതേതര സംവിധാനത്തെ എന്നും പോറലേൽക്കാതെ നിലനിർത്താൻ വേണ്ടിയിട്ടുള്ള കർമ്മനിരതമായ പ്രവർത്തനമായിരുന്നു അദ്ദേഹം നടത്തിയത് എന്നെല്ലാവർക്കും അറിയുന്ന കാര്യമാണ്. അതുകൊണ്ട് തന്നെ അദ്ദേഹത്തെ ഒരു വലിയ മനുഷ്യനായി കേരള സമൂഹം വിലയിരുത്തുന്നുണ്ട്. കേരളത്തിലെ മതന്യൂനപക്ഷ സമൂഹത്തിനു വേണ്ടി പോരാടുന്നതോടൊപ്പം ഇതര മതസമൂഹങ്ങളുടെ താല്പര്യങ്ങളും സംരക്ഷിക്കാൻ വേണ്ടി പ്രതിജ്ഞാബദ്ധമായ നിലപാടുകളും മനസ്സുമുണ്ടായിരുന്ന ഒരു നേതൃത്വമായിരുന്നു അദ്ദേഹത്തിൻ്റേത്. അതുകൊണ്ട് തന്നെ കേരളത്തിൻ്റെ മതേതരത്വത്തിൻ്റെ ആത്മീയ ഭൂമിക പാണക്കാട് തങ്ങളെന്ന വലിയ മനുഷ്യൻ്റെ സാന്നിധ്യം കൊണ്ടായിരുന്നു നിലനിന്നത് എന്ന് നമുക്ക് നിശ്ചയമായും പറയാൻ കഴിയുന്ന ഒരു കാര്യമാണ്. കേരള രാഷ്ട്രീയത്തിലെ അതിനിർണായകമായ കാലഘട്ടങ്ങളിൽ അദ്ദേഹത്തിൻ്റെ ഉപദേശങ്ങളും നിർദ്ദേശങ്ങളും ഐക്യജനാധിപത്യ മുന്നണിയുടെ പ്രവർത്തനങ്ങൾക്കും കേരളത്തിൻ്റെ ഭരണരംഗത്തും വളരെയേറെ സഹായകരമായിരുന്നു എന്നുള്ളത് ഞാനിവിടെ ഓർക്കുന്ന ഒരു കാര്യമാണ്. ആരോടും കാലുഷ്യമില്ലാതെ സ്നേഹത്തിലും
അതോടൊപ്പം തന്നെ ഉറച്ച നിലപാടുകളിലും എന്നും തൻ്റെ വ്യക്തിത്വം ഉയർത്തിപ്പിടിച്ച നേതാവായിരുന്നു അദ്ദേഹം. അപ്പോൾ അദ്ദേഹത്തിൻ്റെ പേരിൽ ഇങ്ങനൊരു അവാർഡ് കൊടുക്കാനുള്ള ശിഹാബ് തങ്ങൾ സെല്ലിൻ്റെ പ്രവർത്തനം ശ്ലാഘനീയമാണ്. മാത്രമല്ല അദ്ദേഹത്തിൻ്റെ പേരിൽ ധാരാളം കർമ്മ പരിപാടികൾ ഇന്ത്യൻ യൂണിയൻ മുസ്ലിം ലീഗ് നടപ്പാക്കി വരുന്നുണ്ട്. രാഷ്ട്രീയ പ്രവർത്തനമെന്ന് പറയുന്നത് സാമൂഹ്യ പ്രവർത്തനം കൂടിയാണ്, ജീവകാരുണ്യ പ്രവർത്തനം കൂടിയാണെന്ന് തിരിച്ചറിഞ്ഞുകൊണ്ടാണ് ഇന്ത്യൻ യൂണിയൻ മുസ്ലിം ലീഗ് ബൈത്തുർ റഹ്മാൻ ഉൾപ്പെടെയുള്ള നിരവധിയായ കർമ്മ പദ്ധതികൾക്ക് നേതൃത്വം കൊടുക്കുന്നത്. ഞാൻ തന്നെ എത്രയോ സന്ദർഭങ്ങൾ, കുഞ്ഞാലിക്കുട്ടി വിളിച്ച് തന്നെ എത്രയോ സന്ദർഭങ്ങളിൽ ബൈത്തുർ റഹ്മാൻ താക്കോൽ കൊടുക്കാൻ ഞാൻ പങ്കെടുത്തിട്ടുണ്ട്, കേരളം മുഴുവൻ. അപ്പോൾ രാഷ്ട്രീയ പ്രവർത്തനമെന്ന് പറഞ്ഞാൽ കേവലം ധർണയും സമരങ്ങളും പ്രസംഗങ്ങളും മാത്രമല്ല, ജനങ്ങളുടെ ജീവിതവുമായി ബന്ധപ്പെട്ട കർമ്മപരിപാടികൾക്കും പ്രയാസങ്ങൾക്കും ബുദ്ധിമുട്ടുകൾക്കും കൂടി അത് ഉപയോഗപ്പെടുത്തണമെന്നുള്ള വിശ്വാസം സമൂഹത്തെ ബോധ്യപ്പെടുത്തിയ ഒരു പ്രസ്ഥാനം ഇന്ത്യൻ യൂണിയൻ മുസ്ലിം ലീഗാണ്. അതിനെ തുടർന്നാണ് പിന്നെ മറ്റ് പാർട്ടികളും ഇത് ഇന്ന് സമൂഹത്തിൽ ഏറ്റെടുക്കുന്നുണ്ട് എന്നുള്ളത് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. ഇതിൻ്റെ ഇടയിൽ മത്സരിക്കുന്ന ആളുകളെക്കുറിച്ചൊന്നും പൊളിറ്റിക്കലായിട്ട് വലിയ റിലവൻസ് ഇല്ലാത്തതുകൊണ്ട് ഞങ്ങൾ അതിനെക്കുറിച്ചൊന്നും ഇപ്പോൾ പറയാറില്ല. അപ്പോൾ അവിടെ പൊളിറ്റിക്കലായിട്ടുള്ള മത്സരത്തിൻ്റെ ഇടയിൽ നടക്കുന്ന സംഭവവികാസങ്ങളെക്കുറിച്ച് വല്ലതും ചോദിക്കാനുണ്ടെങ്കിൽ നിങ്ങൾക്ക് ചോദിക്കാം, അല്ലെങ്കിൽ നമുക്ക് പിന്നെ വൈകുന്നേരം അവിടെ നിലമ്പൂരിൽ നിന്ന് കാണാം. എന്തുകൊണ്ടാണ് ഇത്ര നാളായിട്ട് നിലമ്പൂരിൽ ഒരു രാഷ്ട്രീയം ചർച്ചയാവാതെ നിലമ്പൂരിൽ മാത്രം തങ്ങിയിരിക്കുന്നത്? അത് യു.ഡി.എഫ് നേതൃത്വത്തിൻ്റെ ഒരു നിലമ്പൂരിൽ ഇപ്പോൾ തെരഞ്ഞെടുപ്പ് രംഗത്ത് രാഷ്ട്രീയ ചർച്ച മാത്രമേ ഉള്ളൂ. അവിടെ തെരഞ്ഞെടുപ്പ് രംഗം വീക്ഷിക്കുന്ന ആർക്കും മനസ്സിലാവും അവിടെ ഡിസ്കഷൻ എന്ന് പറയുന്നത് ഇന്ന് കേരള സമൂഹം അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന വിഷയങ്ങളാണ്. അവിടെ മലയോര കർഷകർ കാണുന്നില്ലേ, അവർ മുഴുവൻ യു.ഡി.എഫിൻ്റെ സ്ഥാനാർത്ഥിക്ക് പിന്തുണയുമായി പിറകെയുണ്ട്. അതുപോലെ തന്നെ യു.ഡി.എഫ് ക്യാമ്പിലെ അത്യുത്സാഹം കാണുന്നില്ല. അതിൻ്റെ കാരണം ജനങ്ങൾ അനുഭവിക്കുന്ന പ്രശ്നങ്ങളിൽ അവിടെ ചർച്ചയാകുന്ന വിഷയം അതാണ്. ആരെന്ത് ചർച്ചയാക്കി കൊണ്ട് നടന്നാലും അതല്ല അവിടുത്തെ ചർച്ച. അവിടുത്തെ ചർച്ച എന്ന് പറയുന്നത് ഇന്ന് കേരളത്തിലുള്ള ജനങ്ങൾ അനുഭവിക്കുന്ന ദുരിതമാണ്. ഇവിടെ കഴിഞ്ഞ 8-9 വർഷകാലമായി കേരളത്തിലുള്ള പ്രശ്നങ്ങൾ, അതുപോലെ തന്നെ കേന്ദ്രം ഇപ്പോൾ ഒരു റോഡ് ഉണ്ടാക്കിയിട്ട് കണ്ടില്ലേ, ആ റോഡിൻ്റെ കഥ കണ്ടില്ലേ. ആ റോഡ് ടെൻഡർ ചെയ്തതിൻ്റെ പകുതി സബ് ടെൻഡർ ചെയ്ത് ഉണ്ടാക്കിയ സമയത്ത് തന്നെ ജനങ്ങൾ മുഴുവൻ പറഞ്ഞതാണ് ഈ റോഡ് നിൽക്കൂല. തോടൊഴുകി പോണ സ്ഥലത്താണ് നേരെ മതിൽ കെട്ടിപ്പോക്കിയത്. ഇത്തരം കാര്യങ്ങളൊക്കെ കേരളത്തിൽ നടക്കുകയാണ്. കൈത്തോടൊഴുകിപ്പോകുന്ന തോട്ടിലാണ് മതിൽ കെട്ടിയത്. അന്ന് നാട്ടുകാർ പറഞ്ഞു ഇവിടെ പാലം വേണം. ഇതൊന്നും ചർച്ചയാക്കാതെ ഇറലവൻ്റ് ആയിട്ടുള്ള കാര്യങ്ങൾ ചർച്ചയാക്കിയ മീഡിയക്ക് അത് ചർച്ചയാക്കി കൊണ്ടു നടക്കാം എന്നല്ലാതെ നിലമ്പൂരിലെ വിഷയം എന്ന് പറയുന്നത് ജനകീയ പ്രശ്നങ്ങളാണ്. മനുഷ്യനെ പുലി പിടിച്ച് തിന്നുമ്പോഴും അത് വിഷയമല്ല എന്ന് പറഞ്ഞാൽ പറ്റുമോ? അപ്പോൾ അതുകൊണ്ട് നിങ്ങൾ മനസ്സിലാക്കേണ്ടത് അവിടുത്തെ ചർച്ച ജനകീയ പ്രശ്നങ്ങളാണ്. ആ ജനകീയ പ്രശ്നങ്ങൾ ഉയർത്തിപ്പിടിച്ച് യു.ഡി.എഫ് നടന്ന ക്യാമ്പയിൻ വലിയ നിലയിൽ വിജയിച്ചുകൊണ്ടിരിക്കുകയാണ്. യു.ഡി.എഫ് കൺവെൻഷനിൽ ആദ്യ അവസാനം ഒരു കുട്ടി പോവാതെ നിന്നത് ഒരു ലക്ഷണമാക്കി എടുക്കാം എന്നുണ്ടെങ്കിൽ യു.ഡി.എഫ് അവിടെ വലിയ ഭൂരിപക്ഷത്തിന് ജയിക്കും. അതാണ് ഇപ്പോൾ അവിടുത്തെ ട്രെൻഡ്. ഈ പെൻഷനുമായി ബന്ധപ്പെട്ട വിഷയമൊക്കെ യു.ഡി.എഫിന് ഗുണകരമാകുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. പെൻഷൻ എല്ലാ കാലത്തും കൊടുക്കണം എന്നാണ് കെ സി വേണുഗോപാൽ പറഞ്ഞത്. ഭാഷ തിരുത്തി പറഞ്ഞാൽ എന്ത് ചെയ്യാനാ? പെൻഷൻ ഇലക്ഷൻ കാലത്ത് മാത്രം കൊടുത്താൽ പോരാ, പെൻഷൻ എല്ലായ്പ്പോഴും കുടിശ്ശിക വരുത്താതെ കൊടുക്കണം എന്നാണ് നിയമസഭക്കകത്തും പുറത്തും ഇപ്പോൾ കെ സി വേണുഗോപാൽ പറഞ്ഞതൊക്കെ അതാണ്. അത് ഭാഷ തിരുത്തി നേരെ തലതിരിച്ച് കൊടുത്താൽ ചെയ്യാനാ. പക്ഷേ പെൻഷൻ ഇലക്ഷൻ വരുമ്പോൾ കൊടുത്താൽ പോരാ, എപ്പോഴും കൊടുക്കണം എന്നാണ് പറഞ്ഞത്. ഈ ഒരൊറ്റ കാര്യം, ഈ പി.വി. പറഞ്ഞ ഒറ്റ കാര്യം, ഈ ആഭ്യന്തര വകുപ്പ് 2026 വേണം, അതല്ലെങ്കിൽ വനം വകുപ്പ് രണ്ടും കൂടെ വേണം, അതല്ലെങ്കിൽ സതീശന്റെ സ്ഥാനത്ത് നിന്ന് മാറ്റം എന്നാണ് അതിനുള്ള ഉപാധിയായിട്ട് പറയുന്നത് എന്ന് പറഞ്ഞ കാര്യം. നിങ്ങൾ ഇറലവൻ്റായ കാര്യം ചോദിച്ചാൽ ഉത്തരം പറയാനുള്ള ബാധ്യത എനിക്കില്ല. ഗുഡ് ബൈ.